നാളെ മാർച്ച് 24 തിങ്കളാഴ്ച 12 രാശികളിൽ വരുന്ന 27 നക്ഷത്രക്കാർക്കും ജീവിതത്തിൽ അതീവ പ്രാധാന്യമറിയിക്കുന്ന ഒരു ദിവസമാണ്. കാരണം കർമ്മഫലങ്ങൾക്കനുസരിച്ച് മനുഷ്യ ജീവിതത്തിലേക്ക് ഗുണകരവും ദോഷകരവുമായ പല കാര്യങ്ങളും നൽകുന്ന ശനി എന്ന ഗ്രഹം രാശിമാറ്റത്തിന് ഒരുങ്ങി നിൽക്കുകയാണ്. നാളെ മുതലുള്ള 6ാമത്തെ ദിവസമാണ് മഹാശനി മാറ്റം നടക്കുന്നത്. അപ്രകാരം നോക്കുമ്പോൾ ജ്യോതിഷ ഫലങ്ങൾക്കനുസരിച്ച് നാളെ, അതായത് മാർച്ച് 24 27 നക്ഷത്രക്കാരായിട്ടുള്ള മനുഷ്യരിലേക്കും ശനി നിങ്ങളുടെ കർമ്മഫലങ്ങൾക്കനുസരിച്ചുള്ള ചില കാര്യങ്ങൾ നൽകുവാൻ പോവുകയാണ്. അപ്രകാരം നോക്കുമ്പോൾ ചില രാശിക്കാർക്ക് കൂടുതലായി നല്ല കാര്യങ്ങളും അതുപോലെ തന്നെ മറ്റു ചിലരിലേക്ക് വളരെയധികം ദോഷകരമായ ഫലങ്ങളുമായിരിക്കും നാളത്തെ ദിവസം, അതായത് മാർച്ച് 24 തിങ്കളാഴ്ച വന്നു ചേരുവാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഓരോ നക്ഷത്രക്കാരുടെ ജീവിതത്തിലും നാളത്തെ ദിവസം സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങളെപ്പറ്റിയാണ് ഇന്നത്തെ അധ്യായത്തിൽ നാം പരാമർശിക്കുന്നത്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. ഇതിൽ ആദ്യമായി വരുന്നത് 1ാമത്തെ രാശിയായ അശ്വതി, ഭരണി, കാർത്തിക വരുന്ന മേടം രാശിയാണ്. മേടം രാശിക്കാർക്ക് നാളെ, അതായത് മാർച്ച് 24 തിങ്കളാഴ്ച പൊതുവെ ശുഭകരമായ കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ വരുവാൻ പോകുന്നത്. എന്നാൽ ഈ കാര്യങ്ങൾ കൂടുതലായി നല്ല രീതിയിൽ നിങ്ങളിലേക്ക് വന്നു ചേരുവാനായി നിങ്ങൾ കൂടുതൽ ഈശ്വരാധീനം തേടേണ്ടതുണ്ട്. ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഭാവിയിലേക്കുള്ള ഒരു കരുതൽ എന്ന പോലെ എന്തെങ്കിലും തരത്തിലുള്ള നിക്ഷേപങ്ങൾ നടത്തുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് ചെയ്യുവാൻ ഏറ്റവും നല്ല സമയമാണ് ഈ തിങ്കളാഴ്ച. കാരണം മേടം രാശിക്കാരായിട്ടുള്ള ആളുകൾ അങ്ങനെയുള്ള എന്തെങ്കിലും തരത്തിലുള്ള നിക്ഷേപങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് ഒരു ലാഭം കൈവരും എന്നുള്ളതാണ് സത്യം. അതുപോലെ തന്നെ മേടം രാശിക്കാർക്ക് നിങ്ങളുടെ സുഹൃത്തുക്കളോ അതല്ല എന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട ആരെങ്കിലും ദൂരേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതിനാൽ ഒരു ചെറിയ യാത്ര പറച്ചിൽ കൊണ്ടുണ്ടാകുന്ന ദുഃഖം നാളത്തെ ദിവസം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അതല്ലാതെ നോക്കുകയാണെങ്കിൽ സാമ്പത്തികപരമായും വളരെയധികം നേട്ടങ്ങളും ഉയർച്ചകളും തന്നെയാണ് നിങ്ങളിലേക്ക് ഈ ഒരു തിങ്കളാഴ്ച വന്നു ചേരുവാൻ പോകുന്നത്. ഇനി രണ്ടാമതായി മാർച്ച് മാസം 24 അതായത് തിങ്കളാഴ്ച ജീവിതത്തിൽ വളരെയധികം സുപ്രധാനമായ കാര്യങ്ങൾ നടക്കുവാൻ പോകുന്ന രാശിക്കാർ കാർത്തിക, രോഹിണി, മകയിരം വരുന്ന ഇടവം രാശിക്കാരാണ്. ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പുതിയതായി പരിചയപ്പെട്ട ചില വ്യക്തികളിൽ നിന്ന് നിങ്ങൾക്ക് ഗുണകരമായ തരത്തിലുള്ള ചില കാര്യങ്ങൾ സംഭവിക്കുന്ന ഒരു ദിവസമാണ് ഈ തിങ്കളാഴ്ച. എങ്കിൽ പോലും നിങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ചില വിഷമിപ്പിക്കുന്ന തരത്തിലുള്ള അവസ്ഥകൾ നിങ്ങൾക്ക് ഉണ്ടാകുവാനുള്ള സാധ്യതയും നാളെ തള്ളിക്കളയുവാൻ കഴിയില്ല. ഇടവം രാശിക്കാർ നാളെ ചെയ്യണമെന്ന് മനസ്സിൽ കരുതി വച്ചിരുന്ന പല കാര്യങ്ങളും വിജയത്തിലേക്ക് എത്തുമെങ്കിലും നിങ്ങളുടെ കുടുംബത്തിലുള്ള ചില വ്യക്തികളുടെ ആരോഗ്യസ്ഥിതി നാളെ കുറച്ച് ബുദ്ധിമുട്ടുകൾ നിറഞ്ഞതായിരിക്കും. ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നാളത്തെ ദിവസം ഇടവം രാശിക്കാർക്ക് സമ്മിശ്ര ഫലങ്ങളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നത്. ഇനി മൂന്നാമതായി
മാർച്ച് 24 തിങ്കളാഴ്ച ശനിയുടെ രാശിമാറ്റത്തിന് മുന്നോടിയായി ജീവിതത്തിൽ ചില പ്രത്യേക കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്ന രാശിക്കാർ മകയിരം, തിരുവാതിര, പുണർദം വരുന്ന മിഥുനം രാശിക്കാരാണ്. മിഥുനം രാശിക്കാർ നാളത്തെ ദിവസം നിങ്ങളുടെ മാതാപിതാക്കൾ പറയുന്ന കാര്യങ്ങൾക്ക് വിപരീതമായി ചില കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങളിലേക്ക് വലിയ ദോഷങ്ങൾ വരുത്തി വയ്ക്കും. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു കാര്യത്തെപ്പറ്റി മാതാപിതാക്കൾ ഒരു അഭിപ്രായം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ അതിന് പ്രാധാന്യം നൽകുക. മാത്രമല്ല, മിഥുനം രാശിക്കാരായിട്ടുള്ള ആളുകൾ നിങ്ങളുടെ തൊഴിൽ മേഖലകളിൽ ചില തെറ്റുകൾ ചെയ്യുന്നതിലൂടെ അതിൽ നിന്ന് ചില പാഠങ്ങൾ ഉൾക്കൊള്ളേണ്ടി വരികയും നിങ്ങളുടെ തെറ്റുകൾ നിങ്ങൾ സാധൂകരിക്കാതെ അത് തിരുത്തി മുന്നോട്ടേക്ക് പോകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ഈ കാര്യങ്ങളെ നിസ്സാരമായി കാണാതെ ജോലി കാര്യങ്ങളിൽ കുറച്ച് അധികം ശ്രദ്ധ നാളത്തെ ഒരു ദിവസം കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളിലേക്ക് ഒരു ഉയർച്ച തീർച്ചയായും വരുവാനിടയാക്കും. ഇനി നാലാമതായി മാർച്ച് 24 വളരെയധികം പ്രാധാന്യമുള്ള ചില കാര്യങ്ങൾ ജീവിതത്തിൽ കർമ്മഫലമായി വന്നു ചേരുവാൻ പോകുന്ന രാശിക്കാർ പുണർദം, പൂയം, ആയില്യം വരുന്ന കർക്കിടകം രാശിക്കാരാണ്. കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇതിനു മുൻപ് ചെയ്തതും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ കാര്യങ്ങളുടെ ശരി തെറ്റുകളെ പറ്റി ഒരു തിരിച്ചറിവ് ആവശ്യമാണ് ഈ സമയത്ത്. കാരണം നിങ്ങൾ തെറ്റാണെന്ന് അറിഞ്ഞിട്ടും ചെയ്യുന്ന ചില കാര്യങ്ങൾ വൻ തിരിച്ചടിയായി നിങ്ങളിലേക്ക് തന്നെ വരുവാനിടയുള്ള സമയമാണിത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വലിയ പരിചയമൊന്നുമില്ലാത്ത വ്യക്തികളുമായി ചില വാക്ക് തർക്കങ്ങളും സംഘർഷങ്ങളുമൊക്കെ ഉണ്ടാകുന്ന തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉടലെടുക്കുന്നതായി ഫലത്തിൽ കാണുന്നുണ്ട്. അതിനാൽ തന്നെ നിങ്ങൾ പരുഷമായ വാക്കുകൾ ആർക്ക് നേരെയും പ്രയോഗിക്കുവാനോ അനാവശ്യമായ പ്രശ്നങ്ങളിലേക്ക് ചെന്ന് ഇടപെടുവാനോ നിൽക്കരുത്. അതുപോലെ തന്നെ കർക്കിടകം രാശിക്കാരായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ജോലികൾ ചെയ്യുന്ന ആളുകൾക്ക് ചില സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചകളൊക്കെ കൈകളിലേക്ക് വന്നു ചേരുന്ന ദിനമായിരിക്കും മാർച്ച് 24. എന്നിരുന്നാലും നിങ്ങളുടെ വരവ് ചിലവിനെ പറ്റി ഒരു കൃത്യമായ ചിന്ത നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അനാവശ്യമായ ചിലവ് ഒഴിവാക്കുന്നത് തന്നെയാണ് ഏറ്റവും ഉത്തമം. ഇനി അടുത്തതായി വരുന്ന രാശിക്കാർ മകം, പൂരം, ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാരാണ്. ചിങ്ങം രാശിക്കാർക്ക് മാർച്ച് 24 സമ്മിശ്ര ഫലമായിരിക്കും ജീവിതത്തിൽ വരുവാൻ പോകുന്നത്. എന്നിരുന്നാലും പൊതുവെ നിങ്ങളുടെ ആത്മാഭിമാനം വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ നേടിയെടുക്കുവാൻ കഴിയുന്ന ഒരു ദിവസമായിരിക്കും തിങ്കളാഴ്ച എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ചിങ്ങം രാശിക്കാരായിട്ടുള്ള ആളുകൾ കുടുംബപരമായിട്ടുള്ള എന്തൊരു കാര്യമാണെങ്കിലും അതിന് സന്തോഷമുള്ളവയാണെങ്കിലും മറ്റെന്തെങ്കിലും കാര്യഗൗരവമുള്ള കാര്യമാണെങ്കിലും അത് കുടുംബാംഗങ്ങൾ മാത്രം വീട്ടിനുള്ളിലിരുന്ന് സംസാരിച്ച് തീരുമാനമെടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം. മാത്രമല്ല, നിങ്ങൾ ഈ സംസാരങ്ങൾ നടത്തുമ്പോൾ കുടുംബത്തിലുള്ളവർ അല്ലാതെ പുറത്തു നിന്ന് ഉള്ളവരെ ഒഴിവാക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ചില ദോഷഫലങ്ങൾ നൽകിയേക്കാം. അതുപോലെ തന്നെ നാളെ പരീക്ഷകളിൽ പങ്കെടുക്കുവാനിരിക്കുന്ന ചിങ്ങം രാശിക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടും ക്ഷീണവും അലസതയുമൊക്കെ തോന്നുവാനിടയുണ്ട്. എന്നിരുന്നാലും കുട്ടികളുടെ അടുക്കും ചിട്ടയോടും കൂടിയുള്ള
കഠിന പരിശ്രമം കൊണ്ട് ഇതിനെ തരണം ചെയ്യുവാൻ കഴിയും. അതുപോലെ തന്നെ ചിങ്ങം രാശിക്കാരായിട്ടുള്ള ആളുകൾ മാർച്ച് 24 ചെയ്യുന്ന സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളിൽ വളരെയേറെ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. കാരണം നിങ്ങൾ ചെയ്യുന്ന നിക്ഷേപങ്ങളിലുള്ള ശ്രദ്ധക്കുറവ് നിങ്ങളിലേക്ക് സാമ്പത്തികമായുള്ള നഷ്ടങ്ങൾ വരുത്തി വച്ചേക്കാം. അതിനാൽ തന്നെ നിങ്ങൾ നാളത്തെ ദിവസം ഈ ഒരു കാര്യം പ്രത്യേകം ഓർമ്മയിൽ വയ്ക്കുക. ഇനി അടുത്തതായിട്ട് ഉത്രം, അത്തം, ചിത്തിരെന്ന് വരുന്ന കന്നിരാശിക്കാർക്ക് ഗുണകരവും ദോഷകരവുമായ പല കാര്യങ്ങളും നാളത്തെ ദിവസം സംഭവിക്കും. ഇതിൽ ഗുണകരമായിട്ട് കന്നിരാശിക്കാരിൽ നാളത്തെ ദിവസം പ്രധാനമായി നടക്കുവാൻ പോകുന്നത് വിവാഹ സംബന്ധമായ ചില കാര്യങ്ങളാണ്. മാത്രമല്ല, നിങ്ങൾ നാളെ തീരുമാനമെടുക്കുന്ന വിവാഹ കാര്യത്തിലൂടെ നിങ്ങൾക്ക് വളരെ സന്തോഷകരമായ ഒരു ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള ഭാഗ്യവും ഉടനടി ലഭിക്കും. അതുമാത്രമല്ല, കന്നിരാശിക്കാർ വളരെയധികം ക്ഷമയും ധൈര്യവും കാണിക്കേണ്ട ഒരു ദിവസം കൂടിയാണ് ഇത്. കാരണം നിങ്ങളുടെ ധൈര്യമില്ലായ്മ കൊണ്ട് നിങ്ങൾ വേണ്ട എന്ന് വെക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നഷ്ടമായി വന്നേക്കാം. അതിനാൽ തന്നെ നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വളരെയധികം ആത്മവിശ്വാസത്തോടെ ചെയ്തു തീർക്കുവാൻ ശ്രദ്ധിക്കുക. മാത്രമല്ല, നാളത്തെ ദിവസം ചെറുതും വലുതുമായ സാമ്പത്തിക നഷ്ടങ്ങൾ നിങ്ങൾക്ക് വരുവാനുള്ള സാധ്യത ചില ആളുകളിലും, അതുപോലെ തന്നെ ചില ആളുകളിൽ സാമ്പത്തികമായ ചില ഉന്നമനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതയും നിലനിൽക്കുന്നു. ഇത് നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടുള്ള കർമ്മത്തിനനുസരിച്ചായിരിക്കും ലഭിക്കുക. ഇനി അടുത്ത രാശിയായ ഉത്രം, അത്തം, ചിത്തിര വരുന്ന കന്നിരാശിക്കാരായിട്ടുള്ള ആളുകൾക്ക് നാളത്തെ ദിവസം, അതായത് മാർച്ച് 24 ചില സാമ്പത്തികമായ നഷ്ടങ്ങൾ വരുന്നതായി കാണുന്നുണ്ട്. അത് വലിയ തുകയൊന്നും അല്ലെങ്കിൽ പോലും ചില നഷ്ടങ്ങൾ ഉണ്ടാകുന്നതായി കാണുന്നതിനാൽ തന്നെ നിങ്ങൾ വളരെയധികം സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. മാത്രമല്ല, കന്നിരാശിക്കാരിൽ ചില മാനസിക ബുദ്ധിമുട്ടുകൾ ഉളവാക്കുന്ന സാഹചര്യവും നാളത്തെ ഒരു ദിവസം കാണുന്നുണ്ട്. പരമാവധി കുടുംബത്തിലുണ്ടാകുന്ന ചെറിയ സൗന്ദര്യ പിണക്കമൊക്കെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പറഞ്ഞ് പരിഹരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അടുത്ത രാശിയായ ചിത്തിര, ചോതി, വിശാഖം വരുന്ന തുലാം രാശിക്കാർക്ക് മാർച്ച് 23 വരെ വളരെയധികം സങ്കീർണത നിറഞ്ഞ പല കാര്യങ്ങളും ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നിരുന്നാലും നിങ്ങൾ അനുഭവിച്ചിരുന്ന പല കഷ്ടതകളിൽ നിന്നും മാർച്ച് മാസം 24 ഒരു ശമനം നേടുവാൻ നിങ്ങൾക്ക് കഴിയും. അതുപോലെ തന്നെ നിങ്ങളുടെ വാഹനം, വസ്തു എന്നിങ്ങനെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന ചില നിയമകുരുക്കുകളിൽ നിന്ന് നിങ്ങൾക്ക് ഒരു വിജയം ലഭിക്കുന്ന തരത്തിലുള്ള ഫലങ്ങളും മാർച്ച് 24 തുലാം രാശിക്കാരിലേക്ക് വരുന്നുണ്ട്. ഇനി അടുത്ത രാശിയായ വിശാഖം, അനിഴം, തൃക്കേട്ട വരുന്ന വൃശ്ചികം രാശിക്കാർക്ക് നാളെ, അതായത് മാർച്ച് 24 തിങ്കളാഴ്ച നിങ്ങളുടെ മനസ്സിലുള്ള സർവ വിഷമങ്ങളെയും മറന്ന് സന്തോഷിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള ചില സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ പോവുകയാണ്. അതുപോലെ നിങ്ങളുടെ കൈകളിലേക്ക് പണം വന്നു ചേരുന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ സംഭവിക്കുമെങ്കിലും നിങ്ങൾ പണം ചിലവഴിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടത് ആവശ്യമാണ്. എന്നാൽ ഇതിലെല്ലാം ഉപരിയായി
വൃശ്ചികം രാശിക്കാരിൽ ചില ആരോഗ്യ പ്രശ്നങ്ങൾ വളരെയധികം നാളത്തെ ദിവസം നിലനിൽക്കുവാനിടയുണ്ട്. ജീവിതത്തിലെ പ്രശ്നങ്ങളെ ഒഴിവാക്കുന്നതിന് കൂടുതൽ ഈശ്വരാധീനം മുറുകെ പിടിക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. ഇനി അടുത്ത രാശിയായ മൂലം, പൂരാടം, ഉത്രാടം വരുന്ന ധനുരാശിക്കാർക്ക് പൊതുവെ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടും മാനസിക സന്തോഷം കൊണ്ടുമൊക്കെ ശുഭകരമായിട്ടുള്ള ഫലങ്ങളാണ് നാളത്തെ ദിവസം വരുന്നത് എന്നുണ്ടെങ്കിലും നിങ്ങൾ പോലും ചിന്തിക്കാത്ത തരത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞും നിങ്ങൾക്കെതിരായി പല കാര്യങ്ങളും ചെയ്തിരുന്ന, അതായത് നിങ്ങളുടെ ശത്രുക്കളായിട്ടുള്ള ചില ആളുകൾ നിങ്ങൾക്ക് എതിരായി വീണ്ടും ചില കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ദിനമായിട്ടാണ് നാളത്തെ ദിവസത്തെ പ്രത്യേക ഫലങ്ങളിൽ കാണുന്നത്. അതുപോലെ തന്നെ ധനുരാശിക്കാരായിട്ടുള്ള അമ്മമാർക്ക്, അതായത് വീട്ടിലെ മുതിർന്ന സ്ത്രീകൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വളരെയധികം മൂർച്ഛിച്ച ഒരു അവസ്ഥ ഭൂരിഭാഗം ആളുകളിലും നാളത്തെ ദിവസം വരുവാനിടയുണ്ട്. അതിനാൽ തന്നെ ആരോഗ്യ കാര്യങ്ങളിൽ വീട്ടിലെ അമ്മമാർ വളരെയധികം പ്രാധാന്യം നൽകുക. ഇനി അടുത്ത രാശിയായ ഉത്രാടം, തിരുവോണം, അവിട്ടം വരുന്ന മകരം രാശിക്കാർക്ക് നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന വളരെയധികം കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും നിറഞ്ഞ പല കാര്യങ്ങൾക്കും ഒരു മാറ്റം കാണുവാൻ കഴിയുന്ന തരത്തിലുള്ള അന്തരീക്ഷമായിരിക്കും 24-ാം തീയതി നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ വീടിൻ്റെ സുഖ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള ചില പുതുക്കിപ്പണികളൊക്കെ തുടങ്ങുവാനും ചില മകരം രാശിക്കാർക്ക് ഭാഗ്യം ലഭിക്കും. അതായത് ചുരുക്കി പറഞ്ഞാൽ മകരം രാശിക്കാർക്കൊക്കെ നിങ്ങളുടെ ഭൗതിക സുഖങ്ങൾ വർദ്ധിക്കുന്ന തരത്തിലുള്ള യോഗമാണ് നാളെ കാണുന്നത്. അതുപോലെ തന്നെ മകരം രാശിക്കാരായിട്ടുള്ള ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആളുകൾ നിങ്ങളുടെ ശ്രദ്ധ കുറച്ചുകൂടി ബിസിനസ്സിലേക്ക് നാളെ ഒരു ദിവസം കൊടുക്കുന്നതിലൂടെ നിങ്ങളിലേക്ക് നിങ്ങൾ പ്രതീക്ഷിച്ചതിലും വളരെ വലിയ നേട്ടങ്ങൾ വന്നു ചേരുവാനിടയാക്കും. അതുപോലെ അടുത്ത രാശിക്കാരായിട്ട് വരുന്നത് അവിട്ടം, ചതയം, പൂരുരുട്ടാതി വരുന്ന കുംഭം രാശിക്കാരാണ്. കുംഭം രാശിക്കാർക്ക് മുടങ്ങിക്കിടന്നിരുന്ന പല കാര്യങ്ങളും വീണ്ടും നാളെ മുതൽ തുടങ്ങുവാനും അതെല്ലാം വളരെ ഭംഗിയായി വളരെ വേഗത്തിൽ പൂർത്തീകരിച്ചെടുക്കുവാനും കഴിയും. അതുപോലെ തന്നെ ചില സാമ്പത്തികമായ നേട്ടങ്ങൾ നിങ്ങൾ നേടിയെടുക്കുന്ന ഒരു ദിനം കൂടിയായിരിക്കും മാർച്ച് 24. അതുപോലെ തന്നെ മക്കളുടെ ഭാവിയെപ്പറ്റി ഓർത്ത് ചിന്തിച്ച് മനസ്സ് വിഷമിച്ചിരുന്ന കുംഭം രാശിക്കാർക്ക് കുട്ടികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ചില പ്രധാന തീരുമാനങ്ങൾ എടുക്കുവാനും നാളെ കഴിയും. എന്നാൽ കുംഭം രാശിയിൽ വരുന്ന ചില വ്യക്തികൾക്ക് ചില സാമ്പത്തിക പ്രതിസന്ധികൾ നേരിടുന്നതിനാൽ പിതാവിൽ നിന്ന് തന്നെ, അതായത് നിങ്ങളുടെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് തന്നെ പണം കടം വാങ്ങുന്ന തരത്തിലുള്ള സാഹചര്യങ്ങൾ നാളത്തെ ദിവസം ഉണ്ടാകും. ഇനി അവസാനമായി വരുന്ന രാശിക്കാർ പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി വരുന്ന മീനം രാശിക്കാരാണ്. മീനം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് പൊതുവെ വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ നാളെ ഉണ്ടാകില്ലെങ്കിലും ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ചില ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളും ചില സമാധാനക്കേടുകളുമൊക്കെ ഉളവാകുന്ന ഒരവസ്ഥ നിലനിൽക്കുന്നതായി കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഭവനത്തിലേക്ക് ചില അതിഥികളൊക്കെ നാളത്തെ ദിവസം വരുവാനിടയുണ്ട്. ആ അതിഥികളുടെ വരവ് നിങ്ങൾക്ക് വളരെയേറെ മനസ്സിന് സന്തോഷം നൽകുന്ന ഒന്ന് തന്നെയായിരിക്കും. എന്നിരുന്നാലും കുടുംബ പ്രശ്നങ്ങളെ നിങ്ങൾ ഒരു കാരണവശാലും നാളത്തെ ദിവസം അവഗണിക്കുവാൻ പാടില്ല. അപ്പോൾ
12 രാശിക്കാരായിട്ടുള്ള ആളുകൾക്കും മാർച്ച് 24-ാം തീയതി തിങ്കളാഴ്ച എന്ന് പറയുന്നത് ശനി മാറ്റത്തിന് മുൻപായുള്ള സമ്മിശ്ര ഫലങ്ങളെല്ലാം ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന ഒരു ദിനമാണ്. ചില കാര്യങ്ങളിലൊക്കെ നിങ്ങളുടെ ശ്രദ്ധയും കരുതലുമുണ്ടെങ്കിൽ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ നിങ്ങൾക്ക് മാർച്ച് 24-ാം തീയതിയെ തരണം ചെയ്യുവാൻ കഴിയും. ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.